ഹലോ എവരി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. നാളെ മാത്സ് എക്സാം ആണ്. എല്ലാവരും പഠിച്ചായിരുന്നോ? പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് അടുത്ത ബാച്ച് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓണം എക്സാമൊക്കെ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് 9746487799. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സിലബസിൻ്റെ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അതിനും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ദ ഷേപ്പ് ഇൻ ദിസ് പിക്ചർ? ഇവിടെ ട്രയാങ്കിൾ ഷേപ്പാണ്. ട്രയാങ്കിൾ ഷേപ്പ് ഈ പിക്ചറിൽ എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. 1, 2. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 2 എന്ന് എഴുതുക. കണ്ടോ, ഇവിടെ ട്രയാങ്കിൾ ഷേപ്പ് കണ്ടോ? ഈ ട്രയാങ്കിൾ ഷേപ്പ് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 2 എണ്ണമാണുള്ളത്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ദ ഷേപ്പ് സർക്കിൾ ഇൻ ദിസ് പിക്ചർ? സർക്കിൾ എത്ര സർക്കിൾ ഉണ്ട്? ഇതൊരു വലിയ സർക്കിൾ 1, 2 കുഞ്ഞു സർക്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ 1, 2, 3 സർക്കിൾസ്. അപ്പോൾ 3 എന്ന് എഴുതി. What is the total number of the shape square in this picture? Square, ഇതാണ് സ്ക്വയർ. എത്ര സ്ക്വയർ ഉണ്ട്? 1, 2, 3, 4, 5, 6 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടുണ്ടാവും. ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ. ട്രയാങ്കിൾ, സർക്കിൾ, സ്ക്വയർ. ഈ ഷേപ്സ് വരയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതാനായിരിക്കും. എങ്ങനെയായാലും തെറ്റാതെ എഴുതണം കേട്ടോ. കംപ്ലീറ്റ് ദ പാറ്റേൺ, ഒരു പാറ്റേൺ എഴുതാനാണ്. ഇവിടെ നോക്കിയത് 1 ലോലിപോപ്പ്, 1, 2 ലോലിപോപ്പ്, 1, 2, 3 ലോലിപോപ്സ്. അപ്പോൾ 1, 2, 3. അപ്പോൾ അടുത്ത എത്ര ലോലിപോപ്സ് വരയ്ക്കണം? 4 ലോലിപോപ്സ്. അടുത്ത എത്ര ലോലിപോപ്സ് വരയ്ക്കണം? 5 ലോലിപോപ്സ്. 6, 7, 8 അങ്ങനെ പോകും. ഇനി ഇവിടെ നോക്കി, ഇവിടെ എത്ര ഡോട്ട്സ് ഉണ്ട്? 1, 2, 3, 4, 5. ഇവിടെയോ 1, 2, 3, 4. ഇവിടെയോ 1, 2, 3. അപ്പോൾ 5, 4, 3. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 2. ഇവിടെ എത്ര വരും? 1. മനസ്സിലായോ? അപ്പോൾ 1, 2, 3, 4, 5, 6 എന്ന് എഴുതാൻ പഠിക്കണം. 6, 5, 4, 3, 2, 1. പാറ്റേൺ ഉണ്ടാവും. പാറ്റേൺ മനസ്സിലായല്ലോ? യെസ്. ബട്ടർഫ്ലൈസ് ഫ്ലട്ടേർഡ് അറൗണ്ട് കുഞ്ഞാറ്റ. കുഞ്ഞാറ്റയുടെ ചുറ്റും ബട്ടർഫ്ലൈ പറക്കുവാണ്. നമ്പർ ഓഫ് ബട്ടർഫ്ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് കുഞ്ഞാറ്റ. കുഞ്ഞാറ്റയുടെ ഫ്രണ്ടിൽ എത്ര ബട്ടർഫ്ലൈ ഉണ്ട്? 1, 2, 3 ബട്ടർഫ്ലൈസ് ആണ് കുഞ്ഞാറ്റയുടെ മുന്നിലുള്ളത്. ഓക്കെ. പുട്ട് 6 ഫ്ലവേഴ്സ് ഇൻ ഈച്ച് ബാസ്ക്കറ്റ്. ഒരു ബാസ്ക്കറ്റിൽ 6 ഫ്ലവേഴ്സ് വേണം. അങ്ങനെ നോക്കാം, 6 ഫ്ലവേഴ്സ് ഉണ്ടോ നോക്കാം. ഒരു ബാസ്ക്കറ്റിൽ 6 ഫ്ലവേഴ്സ് വേണം കേട്ടോ. 1, 2, 3, 4, 5, 6. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 6. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ. 6 ഇല്ലെങ്കിൽ നമ്മൾ വരച്ചു കൊടുക്കണം. വരയ്ക്കേണ്ടി വന്നോ? ഇല്ല. അപ്പോൾ 0. നമ്മൾ വരയ്ക്കേണ്ട. 6 ഫ്ലവേഴ്സ് ബാസ്ക്കറ്റിലുണ്ട്. അങ്ങനെ ഇവിടെയാണെങ്കിലോ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്ക്കറ്റ്. ഇവിടെ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 1, 2. നമുക്ക് എത്ര വേണം? 6 വേണമല്ലോ. ഇപ്പോൾ 1, 2, 3, 4, 5, 6. ഇപ്പോൾ 6 ആയി. അപ്പോൾ നമ്മൾ എത്ര എണ്ണം വരച്ചു കൊടുത്തു 6 ആകാനായിട്ട്? 1, 2, 3, 4. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ വരച്ചത് എത്രയാ? 4. അപ്പോൾ എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്ന് നോക്കുക. 6 ഫ്ലവേഴ്സ് ആണ് വേണ്ടത്. എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്ന് നോക്കുക. 6 ആവാൻ എത്ര എണ്ണം കൂടി വരച്ചു കൊടുക്കണം, അതിവിടെ എഴുതണം. അപ്പോൾ ചിലപ്പോൾ 6 ആയിരിക്കാം, 5 ആയിരിക്കാം, 8 ആയിരിക്കാം. ഏത് തന്നാലും തെറ്റാണ്ട് ചെയ്യണം കേട്ടോ. പുട്ട് 6 ഫ്ലവേഴ്സ് ഇൻ ഈച്ച് ബാസ്ക്കറ്റ്. വീണ്ടും 6 ഫ്ലവേഴ്സ് ആക്കണം. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്ക്കറ്റ്. എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 1, 2, 3, 4. അപ്പോൾ 4 ആണ്. ഇനി എത്ര എണ്ണം വേണം 6 ആവാനായിട്ട്? 5. 1, 2, 3, 4, 5, 6. എത്ര എണ്ണം വരയ്ക്കേണ്ടി വന്നു 6 ആവാൻ? 2. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ 2. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ, ഇങ്ങനെ ഒരു കണക്ക് ചോദിച്ചാൽ ചെയ്യുമല്ലോ. ചെയ്യും. ഇങ്ങനെ ഒരു ആക്ടിവിറ്റി വന്നാൽ ചെയ്യണം കേട്ടോ. ഷോ ദ വേ ഫോർ ദ ലിറ്റിൽ ബട്ടർഫ്ലൈ ടു റീച്ച് ഹെർ മദർ. ഗോ ത്രൂ ദ കൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ഓക്കെ. അപ്പോൾ ഈ ബേബി ബട്ടർഫ്ലൈക്ക്, ലിറ്റിൽ ബട്ടർഫ്ലൈക്ക് അമ്മ ബട്ടർഫ്ലൈയുടെ അടുത്ത് എത്തണം. അപ്പോൾ കറക്റ്റായിട്ട് മാത്രമേ പോകാൻ പറ്റൂ. 1, 2, 3, 4. അപ്പോൾ ഇവിടെ 1. അപ്പോൾ ബട്ടർഫ്ലൈയുടെ ആദ്യം വരും 1 വരും. എന്നിട്ട് എങ്ങോട്ടേക്ക് പോവും? 2 വരും. എന്നിട്ടോ 3, 4, 5, 6, 7, 8, 9,
10. ഇങ്ങനെ ഓർഡറിൽ മാത്രം വരച്ചാൽ മാത്രമേ ഇവിടെ എത്തത്തുള്ളൂ, അമ്മയുടെ അടുത്തേക്ക് എത്തുള്ളൂ. ഇങ്ങനെ തെറ്റാതെ വരച്ചാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഉണ്ട് ഇതുപോലെ 1 2 3 4 5 6 7 8 9 10. മനസ്സിലായോ? യെസ്. ഗീവ് ദ സെയിം നമ്പർ ഓഫ് ദ സെയിം കളർ. നമ്മൾ സെയിം എണ്ണമുള്ളതിന് സെയിം കളർ കൊടുക്കണം. ഇവിടെ 1 2 3. അപ്പോൾ 3 വരുന്ന വേറെ ഏതുണ്ട്? 1 2 3. അപ്പോൾ അതിന് സെയിം കളർ കൊടുക്കുക. കണ്ടോ? ഇതുപോലെ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ക്രയോൺ എല്ലാവരും കൊണ്ടുപോകണം കേട്ടോ. ഇങ്ങനെ ഒരു ആക്ടിവിറ്റി അത് കറക്റ്റായിട്ട് ചെയ്യുക. 1 2 3. അപ്പോൾ അതേ സെയിം നമ്പർ വരുന്നതിന് സെയിം കളറാണ്. അപ്പോൾ 1 2 3 സെയിം കളർ. 1 2 3 4 5. ഇവിടെ 5 സ്പൂണിന് 5 സ്പൂണാണല്ലോ. അപ്പോൾ 5 എണ്ണമുള്ള വേറെ എന്തുണ്ട്? 1 2 3 4 5. അപ്പോൾ ഇത് 5 ഇത് 5. അപ്പോൾ ഇത് രണ്ടിനും ഒരേ കളർ കൊടുക്കുക. 1 ആപ്പിൾ. 1 ഉള്ളത് എന്താണ്? ബാഗ്. 1 ബാഗ്. അപ്പോൾ 1ഉം 1ഉം ഒരേ നിറം കൊടുത്തു. ഇനി 4. 1 2 3 4. 4 ഉള്ളത് ഏതാ? 1 2 3 4. അപ്പോൾ 4ഉം 4ഉം വന്നതിന് ഒരേ നിറം കൊടുത്തു. 1 2 1 2. അപ്പോൾ 2 2 ഒരേ നിറം കൊടുത്തു. അപ്പോൾ ഇങ്ങനൊരു ആക്ടിവിറ്റി വന്നാലും തെറ്റാണ് ചെയ്യണം കേട്ടോ. ഒരേ എണ്ണമുള്ളതിന് ഒരേ നിറം കൊടുക്കുക. അതാണ് ആക്ടിവിറ്റി. ഗീവ് ദ സെയിം നമ്പർ ദ സെയിം കളർ. Give yellow color to the big flowers and red to the small flowers. ബിഗ് ഫ്ലവേഴ്സിന് യെല്ലോ കളർ കൊടുക്കണം, സ്മോൾ ഫ്ലവേഴ്സിന് റെഡ് കളർ കൊടുക്കണം. അപ്പോൾ ഇതിൽ ബിഗ് ഫ്ലവേഴ്സും റെഡ് ഫ്ലവേഴ്സും ബിഗ് ഫ്ലവേഴ്സും സ്മോൾ ഫ്ലവേഴ്സും ഏതാണെന്ന് അറിയാലോ? നോക്കാം. ബിഗ് ഫ്ലവേഴ്സ്, സ്മോൾ ഫ്ലവേഴ്സ്. സ്മോൾ ഫ്ലവേഴ്സിന് ഏത് കളർ? റെഡ് കളർ. അപ്പോൾ ഇത് ഈ പൂക്കൾക്കെല്ലാം റെഡ് കളർ കൊടുക്കണം. നിങ്ങൾ പൂർത്തിയാക്കണം കേട്ടോ, കളർ ചെയ്ത് പൂർത്തിയാക്കണം. 1 2 3 4 5. 5 സ്മോൾ ഫ്ലവേഴ്സ്. ഇനി ബിഗ് ഫ്ലവേഴ്സിന് യെല്ലോ കളർ. 1 2 3 4. 4 ബിഗ് ഫ്ലവേഴ്സ്. അപ്പം നമ്പർ ഓഫ് ബിഗ് ഫ്ലവേഴ്സ് 4, നമ്പർ ഓഫ് സ്മോൾ ഫ്ലവേഴ്സ് 5. ഓക്കെ. ഇനി കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറാണേ. അതിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നോക്കി ഷേപ്സ് ആണ്. സ്ക്വയർ ചോദിക്കും, സർക്കിൾ ചോദിക്കും, ട്രയാങ്കിൾ ചോദിക്കും. ഇതിൽ നോക്കിയേ, ഇവിടെ ഒരു എഴുതാനായിട്ട് വരയ്ക്കാനായിട്ട് വിട്ടിരിക്കുവാണ്, ഫില്ല് ചെയ്യണം. അപ്പോൾ അവിടെ ഏത് ഷേപ്പാണ് വരയ്ക്കുക? ഈ പുറമേ മുഴുവനും എന്താണ്? സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് മാത്രമേ വരയ്ക്കാവൂ? സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ വരയ്ക്കണം, ഇവിടെ ഒരു സ്ക്വയർ വരയ്ക്കണം. ഓക്കെ, സ്ക്വയർ സ്ക്വയർ. ഇനി കളർ കൊടുക്കാം. സ്ക്വയറിനെല്ലാം ഏത് കളർ? റെഡ്. ട്രയാങ്കിളിനെല്ലാം ഏത് കളർ? യെല്ലോ. സർക്കിളിന് ഏത് കളർ? ബ്ലൂ. ഓക്കെ, ഇതുപോലെ നിങ്ങൾ പൂർത്തിയാക്കി കളർ ചെയ്യണം കേട്ടോ. ഇനി ഇതെന്ത് ചെയ്യണം? ഇതുപോലെ ഡോട്ടഡ് ലൈൻസ് വരച്ച് ഫിനിഷ് ചെയ്യുകയും വേണം. അപ്പോൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി വന്നാൽ ഉറപ്പായിട്ടും ചെയ്യണം. ഇത് പാറ്റേണും അതുപോലെ തന്നെ ഷേപ്സും ഒരുമിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. പാറ്റേൺ ഇവിടെ എല്ലാം എന്താണ്? സ്ക്വയറാണ്. ഇനി ഇവിടെ സർക്കിൾ ട്രയാങ്കിൾ, സർക്കിൾ ട്രയാങ്കിൾ, സർക്കിൾ ട്രയാങ്കിൾ, സർക്കിൾ ട്രയാങ്കിൾ, അങ്ങനെയാണ്. ട്രയാങ്കിളിനെല്ലാം യെല്ലോ കളർ, സർക്കിളിനെല്ലാം ബ്ലൂ കളർ. ലെറ്റ്സ് ഗീവ് കളർ ആൻഡ് റൈറ്റ്. 2 റെഡ് 3 യെല്ലോ. അപ്പോൾ 2 എണ്ണത്തിന് എന്ത് ചെയ്യണം? റെഡ് കളർ കൊടുക്കണം. 3 എണ്ണത്തിന് യെല്ലോ കളർ കൊടുക്കണം. അതാണ് ഇവിടെ പറയുന്നത്. 2 റെഡ് 3 യെല്ലോ. ഇവിടെ എന്താ പറയുന്നത്? 4 റെഡ് 1 യെല്ലോ. അപ്പോൾ 4 എണ്ണം 1 2 3 4 4 എണ്ണം റെഡ് കൊടുക്കണം, 1 എണ്ണം യെല്ലോ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ടീച്ചർ ഇവിടെ 2 എണ്ണത്തിന് റെഡ് കളർ കൊടുത്തു, 3 എണ്ണത്തിന് യെല്ലോ കളർ കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 2 റെഡ് 3 യെല്ലോ, 2 റെഡ് 3 യെല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കളർ ചെയ്യാം. എന്നിട്ട് കൗണ്ട് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. മാക്സിമം നേരത്തെ വന്നത് വരാതിരിക്കാൻ നോക്കുക. ഓക്കെ, ലെറ്റ്സ് കൗണ്ട് ആൻഡ് ഡ്രോ. ഇവിടെ കൗണ്ട് ചെയ്യുക. ഇവിടെ എത്ര എണ്ണം ഉണ്ടോ അവിടെ കൗണ്ട് ചെയ്ത് എഴുതുക. അങ്ങനെ എഴുതുക. 1 2 3 4 5 6. അപ്പോൾ ഇവിടെ എന്ത് എഴുതും? അതിൻ്റെ താഴെ 6 എഴുതും. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കാം. എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഈ ത്രെഡിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7. അപ്പോൾ 7 എഴുതി. അടുത്ത ത്രെഡിലോ 1 2 3 4 5 6 7 8. 8 ഉണ്ട്. ഇവിടെ എത്രയാണ് നോക്കാം. ഇവിടെ 9 ആണ് വേണ്ടത്. എത്ര ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5. 5 എണ്ണേ ഉള്ളൂ, 5 ഉള്ളൂ. ബാക്കി നമ്മൾ വരച്ചു കൊടുക്കണം. 6 7 8 9. ഇവിടെ 9 വേണമെന്നുണ്ട്, പക്ഷേ ഇവിടെ 5 ഉള്ളൂ. അപ്പോൾ ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? വരച്ച് ചേർക്കണം.
ഓക്കെ, ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. ഇവിടെ മനിതയുടെയും കലാമിൻ്റെയും ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഹിബിസ്കസ് ഫ്ലവർ ഇതിൽ 5 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് 5 and 2. 5ഉം 2ഉം കൂടെ ചേരുമ്പോൾ എത്രയാണ്? 1 2 3 4 5 6 7. 7 ആണ്. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് 3 and 4. ഇവിടെ നോക്കിയേ, നമ്പർ ഓഫ് ഫ്ലവേഴ്സ് 3 and 4. 1 2 3 4 5 6 7. 3 and 4 ആകുമ്പോൾ 7 ആയി. ഇനി നെക്സ്റ്റ് ഫ്ലവർ ഇവിടെ എത്രയുണ്ട്? 1 ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 1 2 3 4 5. 5 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാ? 1 2 3 4 5 6. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ എക്സാം എല്ലാവരും നല്ലതുപോലെ എഴുതുക. വളരെ സിമ്പിൾ എക്സാം ആയിരിക്കും, ഈസി ആയിരിക്കും. പേടിക്കൊന്നും വേണ്ട കേട്ടോ, എല്ലാത്തിനും ആൻസർ ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ്സിലുള്ള ടീച്ചറിനോട് ചോദിച്ചാൽ ടീച്ചർ ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. Okay children, bye. Thank you.